ജോഷുവ അധ്യായം 21. കാനാൻ ദേശത്ത് ഷീലോയിൽ വെച്ച് ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലയാസറിൻ്റെയും നൂനിൻ്റെ മകൻ ജോഷുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുത്ത് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന് കർത്താവ് മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കൊഹാത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി നറുക്കിട്ടു. അതനുസരിച്ച് പുരോഹിതനായ അഹറോൻ്റെ സന്തതികൾക്ക് യൂദായുടെയും ബെഞ്ചമിൻ്റെയും ശമയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 13 നഗരങ്ങൾ ലഭിച്ചു. ശേഷിച്ച കൊഹാത്യർക്ക് എഫ്രായിമിൻ്റെ ഗോത്രത്തിൽ നിന്നും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 10 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്നും ബാഷാനിൽ മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 13 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ്റെയും ഗാദിൻ്റെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ ലഭിച്ചു. കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവ്യർക്ക് കൊടുത്തു. യൂദായുടെയും ശമയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു. അവ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കൊഹാത്ത് കുടുംബങ്ങളിലൊന്നായ അഹറോൻ്റെ സന്തതികൾക്കാണ് കിട്ടിയത്. അവർക്കാണ് ആദ്യത്തെ നറുക്ക് വീണത്. അവർക്ക് യൂദായുടെ മലമ്പ്രദേശത്തുള്ള കിര്യാത്ത് അർബ, ഹെബ്രോൺ, ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു. അർബ അനാക്കിൻ്റെ പിതാവാണ്. എന്നാൽ പട്ടണത്തിലെ വയലുകളും അതിൻ്റെ ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് അവകാശമായി കൊടുത്തത്. പുരോഹിതനായ അഹറോൻ്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ്: അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷൻതെമോവ, ഹോലോൺ, ദബീർ, ആയീൻ, യൂത്ത, ബത്ഷമേഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ നിന്ന് 9 പട്ടണങ്ങൾ. കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോൻ, ഗേബ, അനാത്തോത്ത്, അൽമോൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. പുരോഹിതനായ അഹറോൻ്റെ സന്തതികളുടെ അവകാശം അങ്ങനെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. ലേവി ഗോത്രജരായ ഇതര കൊഹാത്ത് കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത്. അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്: എഫ്രായിമിൻ്റെ മലമ്പ്രദേശത്തുള്ള അഭയനഗരമായ ഷെക്കേം, ഗേസർ, കിബ്സായിം, ബെത്ഹോറോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. ദാൻ ഗോത്രത്തിൽ നിന്ന് എൽത്തെക്കെ, ഗിബെഥോൻ, അയ്യാലോൻ, ഗദ്രിമോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് താനാക്ക്, ഗത്രിമോൺ എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ശേഷിച്ച കൊഹാത്ത് കുടുംബങ്ങൾക്ക് 10 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൻ കുടുംബങ്ങൾക്ക് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയനഗരമായ ഗോലാൻ, ബേഷ്തെര എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷിയോൻ, ദബേറാത്ത്, യാർമുത്ത്, എൻഗന്നീം എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ, അബ്ദോൻ, ഹെൽക്കത്ത്, റഹോബ് എന്നീ 4 പട്ടണങ്ങളും
അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലുള്ള അഭയനഗരമായ കേദേശ്, ഹമ്മോദ്ദോർ, കർത്താൻ എന്നീ 3 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. അങ്ങനെ ഗർഷോൻ കുടുംബങ്ങൾക്ക് ആകെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ലേവ്യരിൽ ശേഷിച്ച മെറാറി കുടുംബങ്ങൾക്ക് സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് യോക്നെയാം, കർത്ത, ദിംന, നഹലാൽ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസർ, യാഹാസ്, കെദേമോത്ത്, മേഫാത്ത് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. ഗാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗിലെയാദിലെ റാമോത്ത്, മഹാനായിം, ഹെഷ്ബോൺ, യാസർ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ 12 പട്ടണങ്ങളാണ് ലഭിച്ചത്. ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശ ഭൂമിയിൽ ലേവ്യർക്ക് 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഓരോ പട്ടണത്തിനു ചുറ്റും മേച്ചിൽ സ്ഥലവും ഉണ്ടായിരുന്നു. ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. Chapter 21. The heads of the Levite families came up to Eleazar the priest, to Joshua son of Nun, and to the heads of families of the other tribes of the Israelites at Shiloh in the land of Canaan, and said to them, The Lord commanded through Moses that cities be given us to dwell in, with pasture lands for our livestock. Out of their own heritage, in obedience to this command of the Lord, the Israelites gave the Levites the following cities with their pasture lands. When the first lot among the Levites fell to the clans of the Kohathites, the descendants of Aaron the priest obtained 13 cities by lot from the tribes of Judah, Simeon, and Benjamin. The rest of the Kohathites obtained 10 cities by lot from the clans of the tribe of Ephraim, from the tribe of Dan, and from the half-tribe of Manasseh. The Gershonites obtained 13 cities by lot from the clans of the tribe of Issachar, from the tribe of Asher, from the tribe of Naphtali, and from the half-tribe of Manasseh. The clans of the Merarites obtained 12 cities from the tribes of Reuben, Gad, and Zebulun. These cities were their pasture lands, the Israelites allotted to the Levites in obedience to the Lord's command through Moses. From the tribes of the Judahites and Simeonites they designated the following cities, and assigned them to the descendants of Aaron in the Kohathite clan of the Levites, since the first lot fell to them. First, Kiriath Arba. Arba was the father of Anak, that is Hebron, in the mountain region of Judah, with the adjacent pasture lands, although the open country and villages belonging to the city had been given to Caleb, son of Jephunneh, as his property. Thus, to the descendants of Aaron the priest were given the city of asylum for homicides at Hebron with its pasture lands, also Libnah with its pasture lands, Jatir with its pasture lands, Eshtemoa with its pasture lands, Holon with its pasture lands, Debir with its pasture lands, Ashan with its pasture lands, Juttah with its pasture lands, and Beth Shemesh with its pasture lands, 9 cities from the 2 tribes mentioned. From the tribe of Benjamin they obtained the 4 cities of Gibeon with its pasture lands, Geba with its pasture lands, Anathoth with its pasture lands, and Almon with its pasture lands. These cities, which with their pasture lands belonged to the priestly descendants of Aaron, were 13 in all. The rest of the Kohathite clans among the Levites obtained by lot from the tribe of Ephraim 4 cities. They were assigned with its pasture lands the city of asylum for homicides at Shechem in the mountain region of Ephraim, also Gezer with its pasture lands, Kibzaim with its pasture lands, and Beth-horon with its pasture lands.
From the tribe of Dan they obtained the 4 cities of Eltekeh with its pasture lands, Gibbethon with its pasture lands, Aijalon with its pasture lands, and Gath-Rimmon with its pasture lands. And from the half-tribe of Manasseh the 2 cities of Teanach with its pasture lands, and Ibleam with its pasture lands. These cities, which with their pasture lands belonged to the rest of the Kohathite clans, were 10 in all. The Gershonite clan of the Levites received from the half-tribe of Manasseh 2 cities, the city of Asylum for homicides at Golan with its pasture lands, and also Beth-Ashtaroth with its pasture lands. From the tribe of Issachar they obtained the 4 cities of Kishion with its pasture lands, Daberath with its pasture lands, Jarmuth with its pasture lands, and En-Ganim with its pasture lands. From the tribe of Asher, the 4 cities of Mishal with its pasture lands, Abdon with its pasture lands, Helkath with its pasture lands, and Rehob with its pasture lands. And from the tribe of Naphtali 3 cities, the city of Asylum for homicides at Kadesh in Galilee with its pasture lands, also Hamath with its pasture lands, and Rakath with its pasture lands. These cities, which with their pasture lands belonged to the Gershonite clans, were 13 in all. The Merarite clans, the last of the Levites, received from the tribe of Zebulun the 4 cities of Jokneam with its pasture lands, Karta with its pasture lands, Rimmon with its pasture lands, and Nahalal with its pasture lands. Also across the Jordan from the tribe of Reuben 4 cities, the city of Asylum for homicides at Bezer with its pasture lands, Jehaz with its pasture lands, Keremoth with its pasture lands, and Maphahath with its pasture lands. And from the tribe of Gad a total of 4 cities, the city of Asylum for homicides at Ramoth in Gilead with its pasture lands, also Mahanaim with its pasture lands, Heshbon with its pasture lands, and Jazer with its pasture lands. The cities which were allotted to the Merarite clans, the last of the Levites, were therefore 12 in all. Thus the total number of cities within the territory of the Israelites, which with their pasture lands belonged to the Levites, was 48. With each and every one of these cities went the pasture lands round about it. And so the Lord gave Israel all the land he had sworn to their fathers he would give them. Once they had conquered and occupied it, the Lord gave them peace on every side, just as he had promised their fathers. Not one of their enemies could withstand them. The Lord brought all their enemies under their power. Not a single promise that the Lord made to the house of Israel was broken. Every one was fulfilled.